ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എക്സസൈസ് 7.5 ആണ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചെയ്യാം. ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 1 - x² ഡിവൈഡ് ബൈ x ഇൻറ്റു 1 - 2x എന്നാണ്. അപ്പോൾ എന്താണ് ഈ തന്നിട്ടുള്ളത്? അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള സാധനം എന്താണ്? സാധനം എന്നല്ല, 1 - x² ഡിവൈഡ് ബൈ 1 - 2x ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള എന്താണ്? ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഫോമിലാണ് കിടക്കുന്നത്. നമുക്ക് എന്താണ് ഇംപ്രോപ്പറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിനെ പ്രോപ്പറായി മാറ്റണം. എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് പറയണം, മനസ്സിലാവേണ്ടത് വിചാരിക്കുന്നത്. അതായത് ഇതിപ്പോൾ ഈ എക്സ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ എന്താ വരിക? ഹയസ്റ്റ് പവർ ഓഫ് എക്സ് എന്താണ്? 2 ആണ്. 2 തന്നെയാണ് വരിക. ഇവിടെ ന്യൂമറേറ്ററിലും എക്സിൻ്റെ ഹയർ പവർ എന്ന് പറഞ്ഞാൽ 2 ആണ് കിടക്കുന്നത്. സോ ഇറ്റ്സ് ഇംപ്രോപ്പർ പോളിനോമിയലാണ്. അപ്പോൾ എന്താ പറയുന്നത്? ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷനാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് എക്സിനെ വിളിക്കെടുക്കുക. അപ്പോൾ x - 2x², ദ ന്യൂമറേറ്ററിൽ 1 - x². അപ്പോൾ അത് നമുക്ക് ന്യൂമറേറ്ററിൽ x² ഉണ്ട്, -x² എടുക്കുന്നുണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു -2x² എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ആ 1/2നെ പുറത്തെടുക്കാം. നമുക്ക് എന്താണ് 1/2 ഇൻറ്റു 1 - x² ഡിവൈഡ് ബൈ എന്തെന്ന് വരും? x/2 മൈനസ് x² എന്ന് വരും. ഇനി എന്താണ്? ഇനി നമുക്കെന്താ മേലെ ഉണ്ടല്ലോ, മേലത്തെ ന്യൂമറേറ്ററിൽ നമുക്കെന്താണ് ഒരു x/2 ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു x/2 മൈനസ് ചെയ്യുക. അപ്പോൾ എന്താ x/2 മൈനസ് x² പ്ലസ് 1 മൈനസ് x/2. അപ്പോൾ 1/2 പുറത്ത് കിടക്കുന്നുണ്ട്, ഡിവൈഡ് ബൈ x/2 മൈനസ് എന്തെന്നാണ് x². ഇനി എന്ത് ചെയ്യണം? 1/2നെ അങ്ങനെ തന്നെ നിർത്തുക. ഈ x/2 മൈനസ് x² പ്ലസ് 1 മൈനസ് x/2 ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇതെന്താണ്? ഇവിടുന്ന് ഇത് ക്യാൻസൽ ചെയ്ത് പോകും. 1 ആവും. 1 പ്ലസ് എന്താണ് 1 മൈനസ് x/2 ഡിവൈഡ് ബൈ x/2 മൈനസ് x² എന്നാവും. അപ്പോൾ 1/2 പുറത്തുണ്ട്, പിന്നെ 1 ഉണ്ട്, പ്ലസ് എന്താണ് 1 മൈനസ് x/2 ഡിവൈഡ് ബൈ x/2 മൈനസ് x². അപ്പോൾ ഇതിനകത്ത് രണ്ടിടത്ത് എന്താണ് x/2 എടുക്കുന്നുണ്ട്, മീൻസ് അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഇപ്പോൾ x/2 എന്നുള്ള ഒരു റേഷ്യോ ഫോമിലാണ് എടുക്കുന്നത്. നമുക്ക് എന്താ അതിനെ ഒഴിവാക്കാം. അപ്പോൾ അത് ഇവിടെ എന്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ എന്തായി 2 മൈനസ് x ഡിവൈഡ് ബൈ x മൈനസ് 2x² എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താണ് നമ്മുടെ തന്നിട്ടുണ്ടായിരുന്ന ഫംഗ്ഷൻ എന്തായിരുന്നു? 1 മൈനസ് x² ഡിവൈഡ് ബൈ എന്താണ് x ഇൻറ്റു 1 - 2x ആണ്. അപ്പോൾ മീൻസ് എന്താണ് ഹയർ പവർ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററിനും എക്സിൻ്റെ വരുന്ന ഹയർ പവർ സെയിം ആയിരുന്നു. ഇപ്പം എന്താണ് ഇത് അല്ല, അങ്ങനെ എന്തായിരുന്നു ഇംപ്രോപ്പർ റേഷണൽ ഫംഗ്ഷനായിട്ട് കിടന്നിരുന്നു. ഇപ്പം എന്താണ് ഇതെന്തായാലും 1 പ്ലസ് ഒരു പ്രോപ്പറായിട്ടുള്ള പ്രോപ്പർ റേഷണൽ ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് x/2 എന്ന് കിട്ടും. അതായത് 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 1dx എന്ന് പറയുമ്പോൾ ദെൻ അപ്പോൾ എന്താണ് അതവിടെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തിടാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു പാർട്ടിനെ ചെയ്തിട്ട് ലാസ്റ്റ് അത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 മൈനസ് x ഡിവൈഡ് ബൈ x മൈനസ് 2. അതിനെ നമുക്ക് എന്താണ് ആദ്യം എക്സിനെ പുറത്തെടുത്ത് എഴുതട്ടോ. അപ്പോൾ x ഇൻറ്റു 1 മൈനസ് 2x എന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ എക്സിന് നമുക്ക് എന്താണ് x - 0 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് a/x - 0 അല്ലെങ്കിൽ x പ്ലസ് എന്താണ് b/1 - 2x എന്ന് എഴുതാം. ഇനി എന്താണ് ഇനി നമുക്ക് സാധാ ചെയ്യുന്നത് പോലെ എക്കും ബിക്കും ഒക്കെ വില കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് എങ്ങനെ വരും? 2 - x ഇസ് ഈക്വൽ ടു a ഇൻറ്റു 1 - 2x പ്ലസ് bx എന്ന് വരും. ഇനി എന്താണ് x ഈക്വൽ ടു പുട്ട് x ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പാണ് പുട്ട് x ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ടേം പോകും. ഇവിടെ എന്താവും a ഇൻറ്റു 1 എന്ന് വരും. ഇത് 0 ആയല്ലോ. പിന്നെ 2 മൈനസ് 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2. അപ്പോൾ a ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്? a ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ്
ഇനി നമുക്കെന്താ എന്താണ് പുട്ട് എക്സ് ഈക്വൽ ടു 1/2. എക്സിന് 1/2 എന്ന് വില കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താവും 1 - 2 × 1/2. അപ്പോൾ ഇതെന്താണ്, ഇത് 1 ആവും. അപ്പോൾ 1 - 1 0. അപ്പോൾ ഈ ഏടെ ടേം ക്യാൻസലായി പോവും. ഇനി എന്താണ്, അപ്പോൾ b/2 ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ 2 - 1/2 ചെയ്ത് കഴിഞ്ഞാൽ 4 - 1/4 -1/2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, 3/2 എന്ന് വരും. വേർ 3/2 ഈസ് ഈക്വൽ ടു എന്തെന്നാണ്, b/2 ആയി. ആ b/2 ആൻഡ് 3/2 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ b ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി, b ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അതും അവിടെ എഴുതി വെക്കുക, b ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ രണ്ടാളും വില കിട്ടി. ഇനി അപ്പോൾ എന്താണ്, a/x എന്നുള്ളിടത്ത് നമുക്ക് എന്തെന്ന് എഴുതാം, 2/x പ്ലസ് എന്താണ് 3 × ഇൻ്റഗ്രൽ 1/1 - 2x എന്ന് എഴുതാം. അപ്പോൾ എന്താ വരിക, ഇനി ഇവിടെ 1/2 ഉണ്ട്, പുറത്ത് ഒരു 1/2 ഉണ്ട്, ഇൻ്റഗ്രൽ 1dx കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ എന്താ ആൻസർ വരിക നോക്കാം നമുക്ക്. ഫസ്റ്റത്തെ എന്താ പറയുക, ഇതിപ്പോൾ എക്സ് എന്ന് വരും, പ്ലസ് 1/2 പുറത്തുണ്ട്, പിന്നെന്താണ് 2 log x എന്ന് വരും അല്ലേ, 2 log x എന്ന് വരും. പിന്നെ എന്താ വരിക, പ്ലസ് 3 × നമുക്കെന്താണ് ആ 1 - 2x ഉണ്ടല്ലോ, അതിന് നമുക്കൊരു p എന്ന് പുട്ട് ചെയ്യാം. p ഈക്വൽ ടു 1 - 2x dp ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, 1 - 2x എന്ന് പറയുമ്പോൾ -2dx എന്ന് വരും. വേർ dx ഈസ് ഈക്വൽ ടു എന്തെന്നാണ്, -dp/2 എന്ന് വരും. അപ്പോൾ dp/-2 മൈനസ് പുറത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ, മനസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ അവിടെ മാച്ച് ചെയ്ത് പോണതാണ്. അപ്പോൾ എന്താണ് 3/2 എന്ന് എഴുതാം നമുക്കതിന്. അപ്പോൾ dp/p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ലോഗ് p ആണ്. അപ്പോൾ നമുക്ക് ലോഗ് 1 - 2x എന്ന് തന്നെ എഴുതി കൊടുക്കാം. ഇനി എന്താണ്, ഇനി നമുക്ക് ആ 1/2 ഉണ്ടല്ലോ, അതിനെ നമുക്ക് അകത്തേക്ക് എടുക്കാം, പുറത്ത് കിടക്കുന്ന ആളെ. അപ്പോൾ എന്താ വരിക, അത് x/2 പ്ലസ് എന്താണ്, ഇത് ക്യാൻസലായി പോയ log x - 3/4 log mod 1 - 2x പ്ലസ് c എന്ന് വരും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വേണ്ടതാണ്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് x/(x² + 1 × x - 1). അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, x/(x² + 1 × x - 1). ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, a/(x - 1) പ്ലസ് എന്താണ് bx പ്ലസ് c/(x² + 1) എന്ന് എഴുതാം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ സാധാ ചെയ്യുന്ന പോലെ എക്കും ബിക്കും ഒക്കെ വില കണ്ടുപിടിക്കുക. അപ്പോൾ a × x² + 1 ദെൻ പ്ലസ് bx പ്ലസ് c × x - 1 എന്ന് ഇട്ട് കൊടുക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്നാണ്, x ആണ്. അപ്പോൾ നമുക്കിതൊക്കെ മായ്ച്ച് കളയാം, സ്ഥലമില്ലാത്തതുകൊണ്ടാണ്, കുഴപ്പമുണ്ടാവില്ല. ഇനി എന്താണ്, പുട്ട് x ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു 1 ആണെന്ന് കൊടുക്കുക. അപ്പോൾ x ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, ഈ bx പ്ലസ് c എന്നുള്ള ടേം നമുക്ക് ക്യാൻസലായിട്ട് പോകും. അപ്പോൾ എന്ത് വരും, 1 ഈസ് ഈക്വൽ ടു എന്താ 2a എന്ന് വരും. അപ്പോൾ a ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും നമുക്ക്. വൃത്തിക്ക് എഴുതി വെക്കണം, അത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി ഇവിടെ ഇപ്പോൾ ഇതിൽ x² ടേം ആരൊക്കെ വരിക, a വരും പ്ലസ് b വരും ഈസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് a ഈസ് ഈക്വൽ ടു -b ആണ്. ദെൻ b ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, -1/2 എന്ന് വരും. ഇനി നമുക്ക് c കണ്ടെത്തണം. c കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, c കണ്ടെത്താൻ ഇപ്പോൾ c ആരാ വരിക, c കോൺസ്റ്റൻ്റ് അല്ലേ വരിക, -c വരും. പിന്നെ ഒരു a വരും, a - c ഈസ് ഈക്വൽ ടു 0 ആണ്.
ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എന്താണ്, എ ഈസ് ഈക്വൽ ടു സി ആണ്. അപ്പോൾ സി ഈസ് ഈക്വൽ ടു എന്താ 1/2 ആണ്. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 1/2 ആണ്. ഇനി എന്താണ്, നമുക്ക് ഇത് കൊടുക്കുമ്പോൾ എന്താ ഒരു 1/2 ഇൻറ്റു നമ്മളെന്തായിരുന്നു എ ബൈ ആരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, എ ബൈ എക്സ് മൈനസ് 1 അല്ലേ. അപ്പോൾ എന്താണ് വരിക, 1/(x−1) ഇൻ്റഗ്രൽ 1/(x−1) പ്ലസ് എന്താണ് ബി എക്സ് പ്ലസ് എന്നല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ബിയുടെ വാല്യൂ എന്താണ്, -1/2 ആണ്. അപ്പോൾ എക്സ് ബൈ ആരാണ് നമ്മുടെ x² പ്ലസ് 1ഉം പിന്നെ പ്ലസ് 1/2 ഇൻറ്റു ആരാണ് 1/(x² പ്ലസ് 1ഉം ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ലാസ്റ്റ് കേസിൽ നമുക്ക് എന്താണ് സിമ്പിളാണ്, അതിപ്പോൾ എന്താ tan 1x അല്ലേ വരും. അപ്പോൾ 1/2 ഇൻറ്റു tan 1x എന്ന് എഴുതാം. പ്ലസ് ഇനി എന്താണ് ഇവൻ്റെ എന്ന് പറയുമ്പോൾ ഇവൻ്റെ ഫസ്റ്റ് മറ്റേ സാധനമല്ല, ഡെറിവേറ്റീവ് ഓടെ എടുക്കുന്നുണ്ടല്ലോ x². അപ്പോൾ അതെങ്ങനെ വരിക, അങ്ങനെ വരിക വെച്ചാൽ x² പ്ലസ് 1 ഈസ് ഈക്വൽ ടു കെ എന്ന് പുട്ട് ചെയ്യുക. ദെൻ ഡി കെ ഈസ് ഈക്വൽ ടു 2x dx എന്ന് വരും. വേർ ഡി കെ ബൈ 2 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഡി കെ ബൈ 2 ഇൻറ്റു കെ ആണ് എന്ത്, -1/2 ഇൻറ്റു ഡി കെ ബൈ 2k ഈസ് ഈക്വൽ ടു. അപ്പോൾ എന്താ വരിക, -1/4 ഇൻറ്റു ലോഗ് കെ എന്ന് വരും. -1/4 ലോഗ് കെ, കെക്ക് എന്ത് കൊടുക്കുക, x² പ്ലസ് 1 എന്ന് കൊടുക്കുക. പിന്നെ എന്താണ് ഇനി ഇവനക്ക് എന്താ വരിക, ഇതിനിപ്പോൾ ലോഗ് 1x−1 എന്ന് എഴുതിയാൽ മതി അല്ലേ. 1/2 ഇൻറ്റു എന്തെന്നാണ് ലോഗ് x−1 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ എന്താണ് എല്ലാവരുടെയും കഴിഞ്ഞു. ഇപ്പോൾ ആൻസർ വരുമ്പോൾ ഒരു സിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/2 ലോഗ് മോഡ് x−1 -1/4 ഇൻറ്റു x² പ്ലസ് 1 പിന്നെന്താണ് 1/2 ഇൻറ്റു tan 1x പ്ലസ് സി. ഇതാണ് നമ്മുടെ എന്ത് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ x/(x−1) ഇൻറ്റു x പ്ലസ് 2 ആണ് വരുന്നത്. അപ്പോൾ ഇതും പ്രോപ്പറാണ്. x⁴ വരുന്നുണ്ട് ഡിനോമിനേറ്ററിൽ. അപ്പം നമുക്ക് ഈ കേസിൽ നമുക്ക് മനസ്സിലായല്ലോ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന്. പ്രോപ്പർ ഇംപ്രോപ്പർ ആണെങ്കിൽ മീൻസ് അത് ചെക്ക് ചെയ്താൽ മതി. ഇഫ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഫോമുകൾ തന്നിട്ടുള്ള ഫോംസ് അനുസരിച്ച് അതിനെ എന്താണ് പറയുക, പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് എഴുതുക. ഇഫ് ഇറ്റ് ഈസ് ഇംപ്രോപ്പർ ദെൻ അതിനെന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ അത്രയും ഒരു കാര്യം ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മീൻസ് ഒറ്റ ക്വസ്റ്റ്യനെ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ എക്സാമ്പിളിലും അങ്ങനത്തെ ഇംപ്രോപ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇംപ്രോപ്പറിൻ്റെ ക്വസ്റ്റ്യൻ വരുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കേസാണ് എന്ത്, ഇംപ്രോപ്പർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നുള്ളത് മനസ്സിലാവുണ്ടോ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, a ബൈ x−1 ഇൻറ്റു മീൻസ് x−1 പ്ലസ് b ബൈ x−1 ദ ഹോൾ സ്ക്വയർ പ്ലസ് c ബൈ x പ്ലസ് എന്താണ് 2 എന്നെഴുതാം, x പ്ലസ് 2. ഇനി എന്താ, അപ്പോൾ x ഈസ് ഈക്വൽ ടു, അപ്പോൾ x ഈസ് ഈക്വൽ ടു എന്താ വരിക, ഇതിനെ ഈ സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, x−1 ഇൻറ്റു x പ്ലസ് 2 എന്ന് വരും. പ്ലസ് ബീനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, x പ്ലസ് 2 ഇൻറ്റു ബി എന്ന് മാത്രം വരും. പ്ലസ് സീനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, c ഇൻറ്റു x−1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് എയും ബിയും സിയും ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കാം. അപ്പോൾ x ഈക്വൽ ടു അല്ലേ, നമുക്ക് എന്താണ് പുട്ട് x ഈസ് ഈക്വൽ ടു 1 എന്ന് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവനും 0 ആയി ഇവനും 0 ആയി. അപ്പോൾ ഇവിടെ എന്താവും 3b ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇത് എക്സിന് 1 കൊടുക്കുമ്പോൾ. അപ്പോൾ b ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, 1/3 എന്ന് കിട്ടി. ദെൻ ഇനി എന്താണ് പുട്ട് x ഈക്വൽ ടു -2, പുട്ട് x ഈസ് ഈക്വൽ ടു -2 എന്ന് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവനും 0 ആയി ഇവനും 0 ആയി. അപ്പോൾ
-2 -1 എന്ന് പറയുമ്പോൾ -3 ആണ്. അതിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പം 9c ഈസ് ഈക്വൽ ടു -2 എന്നായി. അപ്പോൾ c ഈസ് ഈക്വൽ ടു -2/9 എന്നായി. ഇനി എന്താണ്, ഇനി നമുക്ക് എക്കും കൂടി വില കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, അതൊരു എന്താ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്, നമുക്ക് എക്സ് സ്ക്വയറിന് എഴുതണ്ട, പ്ലസ് അടുത്തത് ആരാ വരിക, അടുത്തത് സി വരും. ഇസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു -c ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, എ ഈസ് ഈക്വൽ ടു എന്താ 2/9 എന്ന് കൊടുക്കുക. a is equal to 2/9. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി എന്താ, അപ്പോൾ 2/9 ഇൻറ്റു ആരാണ്, എയുടെ വാല്യൂ ആണ് ഇപ്പോൾ ഈ 2/9 എഴുതിയത്. അപ്പോൾ എ ഡിവൈഡഡ് ബൈ ആരായിരുന്നു, x-1 അല്ലേ ആയിരുന്നു. x-1 ആയിരുന്നു. അപ്പോൾ 2/9 ഇൻറ്റു ഇൻറ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ഐ തിങ്ക് x-1 ആണ്, 1 മൈനസ് എക്സ് അല്ല. x-1 dx പ്ലസ് അടുത്തത് ആരാണ്, അടുത്തത് മൈനസ് അല്ല 1/3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ x-1 ദ ഹോൾ സ്ക്വയർ. Then comes എന്താണ്, -2 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു ഇൻറ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ എന്താണ് x+2. അപ്പോൾ എന്താ വരിക, ഇവൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ 2/9 ഇൻറ്റു 9g എന്നൊക്കെ എഴുതുന്നുണ്ടോ ഞാൻ, 2/9 ഇൻറ്റു log a mod x-1 വരും. ഇപ്പോൾ ഇവൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്താ വരിക, നമുക്ക് x-1 ദ ഹോൾ സ്ക്വയറിന് എന്താ കൊടുക്കുക, എന്തൊക്കെ കൊടുക്കുക, ഇവനെ നമുക്ക് എന്താ ചെയ്യുക, ഈ x-1 ഈസ് ഈക്വൽ ടു നമുക്കൊരു k എന്നിട്ട് കൊടുക്കുക. അപ്പോൾ dk ഈസ് ഈക്വൽ ടു എന്ത് വരിക, dx എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, dk ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ് k സ്ക്വയർ എന്ന് വരും, k സ്ക്വയർ. അപ്പോൾ 1/3 ഇൻറ്റഗ്രൽ k സ്ക്വയർ എന്ന് പറയുമ്പോൾ k⁻² അല്ലേ വരിക. k⁻² ആകുമ്പോൾ +1 ഡിവൈഡ് ബൈ -2 + 1. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താ വരിക, -1/k എന്ന് വരും. അപ്പോൾ എന്താണ്, -1/k എന്ന് വരും, 1/3k എന്ന് വരും. ഈ 3യും കൂടി കൂട്ടിയിട്ട് കിട്ടോ. ഇനി ആ കേക്ക് എന്താ കൊടുക്കുക, ആ x-1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു പീസിൻ്റെ അല്ല, ഈ ഒരു പാർട്ടിൻ്റെ ഇൻറ്റഗ്രേഷൻ്റെ ആൻസറായിട്ട് വരുന്നത്. നമുക്കെന്താണ് തൽക്കാലം സ്ഥലമില്ലാത്തതുകൊണ്ട് മാറ്റിയിട്ട് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുക. എന്താ വരിക, -1/3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ x-1. പിന്നെന്താ വരിക, -2/9 ഇൻറ്റു ഇവനെന്താ വരിക, log x+2 എന്ന് വരും, log mod x+2 എന്ന് വരും. പിന്നെ എന്താണ്, ഇവിടെ ഒരു -2/9 കിടക്കുന്നുണ്ട്, അവിടെ ഒരു 2/9 കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, അവരെ ഒന്ന് ഒരുമിച്ച് എഴുതാം. എന്താ വരിക, 2/9 g എന്നാണ് ഞാൻ ഇപ്പോഴത്തെ എഴുതുന്നത്, 9 2/9 ഇൻറ്റു log x-1 മൈനസ് log x+2 -1/3 ഇൻറ്റു x-1. ദെൻ അടുത്തത് എന്താണ്, 2/9 ഇൻറ്റു 2/9 ഈ g തന്നെയാണല്ലോ എഴുതിയത്, 2/9 ഇൻറ്റു log x-1 ഡിവൈഡ് ബൈ x+2 -1/3 ഇൻറ്റു എന്താണ് 1 ഡിവൈഡഡ് ബൈ x-1 പ്ലസ് സി. ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, 9ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. 3x + 5 ഡിവൈഡ് ബൈ x³ - x² - x+1 എന്നാണ് എടുക്കുന്നത്. അപ്പം അതിനി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 3x + 5/x³ 3x + 5 x³ - x² - x+1 ആയിരുന്നു.
അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ റൂട്ടുകൾ കണ്ടുപിടിക്കണം. ആരുടെ ആ താഴെ കിടക്കുന്ന പോളിനോമിയലിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് മൈനസ് 3 അതായത് എക്സ് ടു ദ പവർ 3 മൈനസ് എക്സ് ടു ദ പവർ 2 മൈനസ് എക്സ് പ്ലസ് 1 ഇനി നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെന്താവും, എക്സ് ക്യൂബ് ആവും. ഇനി എന്താണ് ഇവിടെ മൈനസ് എക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇവിടെ ഒരു -1 ഇട്ട് കൊടുക്കുക. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ആവും. അപ്പോൾ ഇതെന്തായി, ഇത് 0 ആയിട്ടുണ്ട്. ഇനി എന്താ മൈനസ് എക്സ് പ്ലസ് 1 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എക്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു -1 ഇട്ട് കൊടുക്കുക. അപ്പോൾ മൈനസ് എക്സ് വരും. പിന്നെ -1 × 1 എന്താണ്, അത് +1 ആയിട്ട് വരും. അപ്പോൾ ഇതെന്താണ്, ഇത് 0 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിമൈൻഡേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് 2 റൂട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. എന്തൊക്കെയാണ്, ഒന്ന് x - 1ഉം മറ്റൊന്ന് x² - 1ഉം x - 1ഉം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, x - 1 ഇൻറ്റു ഇതിപ്പോൾ എന്താണ് x² - a² എന്നുള്ള ഫോമിൽ, അല്ലെങ്കിൽ a² - b² എന്നുള്ള ഫോമിൽ കിടക്കുന്നത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, a + b × a - b എന്ന് എഴുതാം. അപ്പോൾ x + 1 × x - 1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്താണ് x - 1 ഉണ്ട്, ഇവിടെ ഒരു x - 1 ഉണ്ട്. അതിനെ നമുക്ക് എന്താ ഒന്നിച്ച് x - 1² എന്ന് എഴുതാം. അതിപ്പോൾ നമുക്ക് ഈ ഡിവിഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അങ്ങനത്തെ ആ ഒരു ഫോമിൽ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ മനസ്സിലാവുണ്ടോ. x - 1² × x + 1 എന്ന് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, a ഡിവൈഡഡ് ബൈ x + 1 പ്ലസ് bx പ്ലസ് c ഡിവൈഡഡ് ബൈ അങ്ങനെയല്ല എഴുതുന്നുണ്ട്. ഇങ്ങനെ എഴുതാം, x - 1 ഇൻറ്റു b ബൈ x - 1² പ്ലസ് c ഡിവൈഡ് ബൈ x + 1 എന്ന് എഴുതാം. മനസ്സിലായോ. ഇത് കഴിഞ്ഞാലെന്നല്ല ഇനി എന്താണ്, a ഇൻറ്റു ഇനി ഈ ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ വരിക, a × x - 1 × x + 1 വരും, പ്ലസ് b ഇൻറ്റു ആരെ വരിക x + 1 വരും, പ്ലസ് c ഇൻറ്റു ആരെ വരിക x - 1² വരും, ഈസ് ഈക്വൽ ടു 3x + 5 എന്ന് വരും. പിന്നെ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് പുട്ട് x = 1 എന്ന് കൊടുക്കുക. എക്സിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ 0 ആയി, ഇവനും 0 ആയി. അപ്പോൾ എന്താ വരിക, 2b = ഇവിടെ 3ക്ക് 1 ഇവിടെ 8 എന്ന് വരും. അപ്പോൾ 8 ആവുമ്പോൾ b = എന്താ വരിക, 4 എന്ന് കിട്ടും. b = 4 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ, ഇനി നമുക്കെന്താ ഇവിടെ x + 1 കിടക്കുന്നുണ്ട്, ഇതിൽ x + 1 കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് x = -1. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ താഴത്തേക്ക് സ്റ്റെപ്പായിട്ട് ചെയ്ത് പോകണം. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കണ്ട സ്ഥലത്തൊക്കെ കൊണ്ട് എഴുതുന്നത്. അപ്പോൾ നമുക്ക് എന്ത്, ഇവൻ 0 ആവും, ഇവനും 0 ആവും. ഇവൻ എന്താവും, അപ്പോൾ c ഇൻറ്റു -1 - 1 ⁻2 ഈസ് ഈക്വൽ ടു എന്താ വരിക, -2 സ്ക്വയർ 4 c ഈസ് ഈക്വൽ ടു ഇവൻ ആരാവും, -3 + 5 5 - 3 എന്താ 2 ആവും. ദെൻ ഇതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, 2c ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഫോർ c ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പോൾ എന്താണ്, c ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, a കൂടി കണ്ടുപിടിക്കണം. എയും കൂടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ എക്ക് സ്ക്വയർ ആണ് വരുന്നത്, അത് മീൻസ് x² കോഎഫിഷ്യൻ്റ് ആണ് ഇത് വരുന്നത്. ഇവിടെ എന്താണ് ഉള്ളത്, c ആണുള്ളത്. ഇവിടെ x² ടേമില്ല, ഈസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ a ഈസ് ഈക്വൽ ടു എന്താണ്, -c ആണ്. ഇപ്പോൾ സിയുടെ വില എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ എയുടെ വില എന്ന് പറഞ്ഞാൽ -1/2 ആണ് വരിക. അപ്പോൾ ഇനി എന്താണ് ചെയ്യുക, നമുക്ക് അങ്ങനെ എഴുതുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഞാനിപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തെന്ന് മറന്നു. എന്നാലും കുഴപ്പമില്ല. -1/2 × 1 ഡിവൈഡഡ് ബൈ x - 1 ആണ് വരുന്നത്, പ്ലസ് 4 ഡിവൈഡഡ് ബൈ x - 1² ആണ് വരുന്നത്. ദെൻ ഞാൻ മറന്നു എന്ന് വെറുതെ പറഞ്ഞാണ്. പ്ലസ് 1/2 × 1 ഡിവൈഡഡ് ബൈ x + 1 dx എന്ന് വരും. ദെൻ ഇനി എന്താണ്, -1/2 × log x + 1 എന്ന് വരും. പ്ലസ് എന്താണ്, 4 ഡിവൈഡ് ബൈ x - 1² എടുക്കുന്നുണ്ട്. ഇവൻ്റെ ആൻസർ ഇപ്പോൾ എന്താ വരിക, 4/2 × 1 ഡിവൈഡഡ് ബൈ x - 1 എന്ന് വരും. അപ്പം ഞാനത് ജസ്റ്റ് അത് അങ്ങോട്ട് എഴുതിയിട്ടാണ്. നമുക്ക് ആ ഒരു സ്റ്റെപ്പ് വേറെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്താ വരിക, log x + 1 വരും ഇവിടെ. ദെൻ ഇവിടെ എന്താണ്, 1/2 log x
-1 കിടക്കുന്നുണ്ട്, ഇവിടെ 1/2 log x + 1 കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, അവനെ നമുക്ക് ഒന്നിച്ച് എഴുതാം. അപ്പം എന്താ വരിക, 1/2 × log ആരാ a+b അല്ലല്ലോ, എക്ക് എന്തായിരുന്നു, മൈനസ് ആയിരുന്നു. അപ്പോൾ എന്താ വരിക, x പ്ലസ് log mod x + 1 / x - 1 എന്ന് വരും. ദെൻ ഇവൻ്റെ കേസിൽ ഒരു പ്രശ്നം കൂടി ഉണ്ട്, ഇവിടെ ഒരു മൈനസ് കൂടി വരും. മനസ്സിലാവും കേട്ടോ. അത് നമുക്കൊന്നും കൂടി ചെയ്യണം. നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്തതിൽ ചെറിയ പ്രശ്നമുണ്ട്, അത് ധൃതിയിൽ അങ്ങോട്ട് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ നമുക്ക് എന്താണ് 4/x - 1² ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്ത് വരും, നമുക്ക് x - 1 ഒരു k എന്ന് കൊടുക്കുക, ഒരു dk എന്തെന്ന് വരും, dx എന്ന് വരും. അപ്പോൾ എന്താണ്, നമുക്ക് 4 അവിടെ നിർത്താം, dk / k² എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക, -1/k എന്നാണ് വരിക. -1/k. അപ്പോൾ -4/k എന്ന് വരും. ആ k എന്ന് പറഞ്ഞാൽ എന്താണ്, x - 1 ആണ്. x - 1 ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണ് ഇതിൻ്റെ കൂടെ എഴുതി കൊടുക്കാം. അപ്പോൾ -4/x - 1 + c. ഇതാണ് എന്ത് ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് 2x - 3/(x² - 1 × 2x + 3 എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവനെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. 2x - 3/(x² - 1 × 2x + 3. അപ്പം നമ്മുടെ ഏതാണ്, 10ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നതല്ല, അതേ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്താണ്, 2x - 3/, ഇവിടെ ഒരു 2x + 3 ഉണ്ട്, പിന്നെ ഒരുത്തനും കൂടി ഉണ്ടല്ലോ, അതാരാ, x² - 1, x² - 1. അപ്പോൾ ഇവിടെ എന്താണ്, ഇവൻ ഈ കിടക്കുന്ന ആളെന്താണ്, ഇവനെ നമുക്കൊന്ന് എന്താ പറയുക, a² - b² എന്നുള്ള ഫോമിൽ എടുക്കുകയാണ്. അവനെ നമുക്ക് എന്താണ് 2 റൂട്ടുകളായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ആരൊക്കെ വരും, a/x - 1 + b/x + 1 + c/2x + 3 എന്ന് വരും. ദാറ്റ് ഈസ് എന്താണ് വരിക, എക്കും ബിക്കും കുഞ്ഞ് വില കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ എന്ത് വരിക, a × x + 1 × 2x + 3 എന്ന് വരും, പ്ലസ് b × x - 1 × 2x + 3 എന്ന് വരും. ആൻഡ് ദെൻ അപ്പോൾ എന്താണ്, c × എന്ത് വരും, ആ 2x + 3 എന്നുള്ള ടേം ക്യാൻസൽ ചെയ്ത് പോയിട്ട് x² - 1 എന്ന് വരും. മനസ്സിലായ, ഇസ് ഈക്വൽ ടു എന്തെന്നാണ്, നമ്മുടെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന പോളിനോമിയൽ ആരാണ്, 2x - 3 എന്ന് വരും. 2x - 3 എന്ന് വരും. പുരിഞ്ചതാ അല്ല, മനസ്സിലായോ. അപ്പോൾ ഇനി എന്താണ്, ഇവിടെ ആരെ കിടക്കുന്നത്, 2x + 3. ഇനിയിപ്പോൾ നമുക്ക് എന്താണ്, ഇതിനൊക്കെ വില കണ്ടുപിടിച്ചാൽ മതിയല്ലോ, എക്കും ബിക്കും സിക്കും ഒക്കെ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, പുട്ട് x = 1 എന്ന് കൊടുക്കുക. അപ്പോൾ x = 1 എന്ന് കൊടുത്താൽ ഇവൻ 0 ഇവനും 0. ഇവനെന്തായി, ഇവൻ x-ന് 1 എന്ന് കൊടുത്താൽ ഇവൻ 2 വരും, പിന്നെ ഇവനക്ക് എന്താ ഒരു 2 + 3 5 വരും. അപ്പോൾ 10a = ഇവിടെ എന്താ വരിക, 2 - 3 ചെയ്താൽ -1 വരും. വേറെ a എന്താ വരിക, a = -1/10 എന്ന് വരും. ദെൻ അടുത്തത് എന്താണ്, എക്സിന് എന്താണ് ഒരു -1 എന്ന് കൊടുക്കുക. പുട്ട് x = -1. x - 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, എക്സിന് -1 എന്ന് കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് ഇവിടെ x എടുക്കുക, എക്സിന് എന്താ കൊടുക്കുക, പുട്ട് x = എന്താ കൊടുക്കുന്നുണ്ട്,
-3/2 എന്ന് കൊടുക്കുക. -3/2 എന്ന് കൊടുത്താൽ 2 -3/2 എന്ന് കൊടുത്താൽ 2 ഇൻറ്റു ക്യാൻസലോ -3 + 3 = 0. അപ്പോൾ ഇവനും 0 ആയി, ഇവനും 0 ആയി. അപ്പോൾ എന്താ വരിക ഇനി എന്താ വരിക? നമുക്കെന്താണ് ആ ലാസ്റ്റത്തെ സാധനം മാത്രം അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, സാധനമല്ല, സിയുടെ കോഎഫിഷ്യൻറ്റ് മാത്രം. അപ്പോൾ x = -3/2 എന്നാണെങ്കിൽ -3/2 - 1. അപ്പോൾ എന്താ വരിക? -5/2 എന്ന് വരും. അതിൻ്റെ സ്ക്വയർ എന്ത് വരും? 25/4 എന്ന് വരും. അപ്പോൾ c × 25/4 c = ഇവനെന്താ വരിക? 2 -3/2 എന്ന് പറയുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -3 - 3 -6 എന്ന് വരും. അപ്പോൾ ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 24/25 എന്ന് വരും. c = 24/25 എന്ന് വരും. ഒരു മൈനസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ആയില്ലേ? പിന്നെ നമുക്ക് എന്താ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ? അപ്പോൾ എന്താ വരിക? -1/10 × (1/x - 1) പ്ലസ് ആരാണ് ബി? എന്താ ഇത് ബി അല്ലേ? അല്ല ബി അല്ല, ഇതിപ്പോൾ എക്സ്. നമുക്ക് എക്സിന് വില കൊടുത്താലേ. അയ്യോ, നമുക്ക് ബി കിട്ടിയിട്ടില്ല അല്ലേ? ബി കിട്ടിയിട്ടില്ല. അപ്പം എന്താ വരിക? ബി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സി കിട്ടി. നമുക്ക് എന്താണ് 24/25 എന്ന് കിട്ടിയിട്ടുണ്ട്. c = -24/25. ഇനി എന്താണ് ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഇവിടെ ഇപ്പോൾ ഇത് സ്ക്വയറാണ്, ഇത് സ്ക്വയറാണ്, ഇത് സ്ക്വയറാണ്, എല്ലാവരും സ്ക്വയറാണ്. കുഴപ്പമില്ല, നമുക്ക് എയും സിയും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് a + b + c = എന്താണ് 0 ആണ്. അതിനകത്ത് ഇപ്പോൾ എന്താണ് a എന്ന് പറഞ്ഞാൽ -1/10 ആണ്. പിന്നെ പ്ലസ് b -24/25 ആണ് = 0. അപ്പോൾ നമുക്ക് എന്താണ് ബീനെ അപ്പുറത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ എന്താണ് ആ രണ്ട് മൈനസുള്ള ആളുകളെ അപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ b = എന്തെന്ന് വരും? 1/10 + 24/25 എന്ന് വരും. അപ്പോൾ എന്താവും? എന്തായിട്ട് 25 പ്ലസ് ഇനി ഇതിനൊന്ന് ചെയ്ത് ശരിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ ബിയുടെ വില നമുക്ക് കിട്ടും. ചെയ്തതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പം എന്താണ് ഒരു 2 എടുക്കണ്ടായിരുന്നു, നമ്മൾ മറന്നാണ്. അപ്പോൾ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കണം. പിന്നെ എന്താണ് എയുടെ കോഎഫിഷ്യൻറ്റിന് ഒരു 2 ഇട്ട് കൊടുക്കണം ഇവിടെ. അപ്പോൾ എന്ത് വരും? 50 + 240 ആര് വരും? 250 = 2b എന്ന് വരും. അപ്പം അതിൽ എന്ത് വരിക? 290 / 250 കിട്ടുക. 29/25 എന്ന് വരും. പിന്നെന്താ വരിക? ഇവിടെ ഒരു 1/2 ഒന്നും കൂടി വരും അല്ലേ? സോറി, നമുക്കൊരു തെറ്റും കൂടി പറ്റിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ px² - 1 നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ തെറ്റ് വേദന ഉണ്ടാവില്ല. എന്താണ് നമുക്കെന്താ ഇവിടെ ഈ 2x - 3 അവിടെ തന്നെ എഴുതുക. അതിൽ ആ സിയുടെ വില കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതിലിപ്പോൾ എന്താ വെച്ചാൽ ഇതിനൊക്കെ നമ്മൾ മറ്റേ x = -3/2 എന്ന് കൊടുത്തില്ലേ? അപ്പോൾ ഇവൻ പോവും 0 ആയി പോവും. പക്ഷെ ഇയാളെന്ന് പറഞ്ഞാൽ എന്താ വരിക? അവിടെ എന്തുട്ടാണ് x² - 1 ആണ്. അപ്പോൾ x²നെ നമ്മൾ -3/2 എന്നുള്ള വില കൊടുത്താൽ ഇതിൻ്റെ സ്ക്വയർ വരിക. അപ്പോൾ 9/4 വരിക. ആ 9/4 - 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 5/4 എന്ന് വരും. അപ്പോൾ c × 5/4 എന്തെന്നാ വരിക? ഈ 2x × -3/2 ഇത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ -6 എന്ന് വരും. അപ്പോൾ എന്താ വരിക? -6 എന്നാ വരിക. അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ 24/5 എന്ന് വരും. c = 24 -24/5 എന്നാണ് വരുന്നത്. സിയുടെ വില -24/5. അപ്പോൾ നമുക്ക് എന്താണ് ബിയുടെ കോഎഫിഷ്യൻ്റ് അല്ല മീൻസ് ബിയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് -5/2 ആണ്. -5/2 അല്ല വരിക, +5/2 ആണ് വരിക. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഈ എന്താണ് 2 × a എന്ന് പറയുമ്പോൾ 1/10, അത് -1/10 ആണ്. അപ്പോൾ എന്താണ് -1/5 എന്നാണ് വരുന്നത്.
-1/5 പ്ലസ് 2 ഇൻറ്റു ബി മൈനസ് ആരാണ് വരിക 24/5 എന്നാണ് വരിക. അപ്പോൾ എന്താണ് ഇതും മൈനസാണ് ഇതും മൈനസാണ്. അപ്പോൾ ഇത് ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും 1/5ഉം 24/5 എന്ന് പറയുമ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25/5 എന്ന് വരും. അത് എത്രയാണ് 5 ആണ് വരിക. അപ്പോൾ 2b ഈസ് ഈക്വൽ ടു എന്തെന്ന് വരിക 5 എന്നാണ് വരിക. വേർ ബി ഈക്വൽ ടു എന്തെന്നാണ് 5/2 എന്നാണ് വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം മുമ്പ് ചെയ്തതിൽ എന്താണ് മൈനസിൻ്റെ സൈന് നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി എന്താണ് ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എ ഡിവൈഡ് ബൈ എന്തെന്നാ എക്സ് മൈനസ് 1 എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എ എന്ന് പറയുമ്പോൾ എന്താണ് -1/10 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 പ്ലസ് ഇനി ബി എന്ന് പറയുമ്പോൾ എന്താണ് 5/2 ആണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക എക്സ് പ്ലസ് 1 എന്നായിരുന്നു. ദെൻ -24/5 ആണ് ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡിവൈഡ് ബൈ 2x പ്ലസ് 3 ആണ് വരുന്നത്. ഇതിലിപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. -1/10 ലോഗ് മോഡ് എക്സ് പ്ലസ് 1 അല്ല എക്സ് മൈനസ് 1 ദെൻ പ്ലസ് 5/2 ഇൻറ്റു ഇവിടെ എന്ത് വരും ലോഗ് മോഡ് എക്സ് പ്ലസ് 1 എന്ന് വരും. ദെൻ -24/5 അതിനെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇനി ഇതെന്താണ് ഇതിനെ നമുക്ക് എന്താണ് 2x പ്ലസ് 3 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഒരു ക്യൂ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് dq ബൈ 2 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും നമുക്ക് dx എന്ന് കിട്ടും. അപ്പോൾ എന്താണ് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 1/2 പുറത്തെടുത്തു ഞാൻ. ദെൻ dq ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും നമുക്ക് q എന്ന് വരും. അതെന്താവും ലോഗ് q എന്ന് വരും. ലോഗ് മോഡ് q എന്ന് വരും. ആ ക്യൂവിൻ്റെ വാല്യൂ എന്താണ് ഇപ്പോൾ ഞാൻ ആ ലോഗ് ക്യൂനാണ് ഇവിടെ താഴെ എഴുതാൻ പോണത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ആ ലോഗ് ക്യൂ എന്നുള്ളതിന് പകരം എന്താണ് 2x പ്ലസ് 3 എന്ന് വരും. ഇനിയിപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് വരുന്ന ഈ 2 ഈ 24 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -12/5 എന്ന് വരും. പിന്നെന്താണ് അപ്പോൾ പ്ലസ് c എന്നും കൂടി വന്നു. ഇതാണ് എന്ത് ആൻസർ വരുന്നത്. ഇതാണ് 10ാമത്തെ ആൻസർ. ഇനി നമുക്ക് 11ാമത്തെ ചെയ്യാം. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്തെന്നാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ 5x ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 4 എന്നാണ്. അപ്പോൾ അതെന്താണ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ് അത് അവിടെ ഒരു റൂട്ട് കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എക്സ് പ്ലസ് 1ഉം എക്സ് സ്ക്വയർ മൈനസ് 4 എന്താണ് 5x ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 4. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ 5x ഡിവൈഡ് ബൈ എന്താ എക്സ് പ്ലസ് 1 കിടക്കുന്നുണ്ട്. പിന്നെ കിടക്കുന്ന എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്താണ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യാം വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം എ ഡിവൈഡഡ് ബൈ എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് മൈനസ് 2 പ്ലസ് സി ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. ഇനി നമുക്ക് എ ബി സി കണ്ടുപിടിക്കണം. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 5x ആണ്. ഇസ് ഈക്വൽ ടു എന്തെന്നാണ് 5x എന്നാണ്. ഇത് മാത്രമല്ല 5x ഡിവൈഡ് ബൈ എന്തെന്നാണ് നമ്മുടെ എക്സ് സ്ക്വയർ മൈനസ് 4ഉം പിന്നെ എന്താ എക്സ് പ്ലസ് 1 ഉണ്ട്. ഇതിനകത്തുനിന്ന് ഇനി എന്താണ് വരാനെന്താ ഈ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ എ ഇൻറ്റു ഇവിടെ ആരെ കിടക്കുന്നത് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് വരും. 2 അല്ല 4 പ്ലസ് ഇവിടെ ആര് എക്സ് മൈനസ് 2 ആണ് കിടക്കുന്നത്. അപ്പോൾ ബി ഇൻറ്റു ആര് വരും എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് വരും. ദെൻ പ്ലസ് സി ഇൻറ്റു ഇവിടെ ആര് എക്സ് പ്ലസ് 2 ആണ് കിടക്കുന്നത്. സോ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്നാണ് 5x എന്ന് കിട്ടും. എന്തെന്നാണ് 5x. ഇനി നമുക്ക് എന്തെന്നാണ് നമ്മുടെ എക്സ് ഈക്വൽ ടു നമുക്ക് എന്തെന്നാ ഒരു 2 എന്നിട്ട് കൊടുക്കുക. എക്സ് ഈക്വൽ ടു 2 എന്നിട്ട് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ എന്താകും ഈ എയുടെ കോഎഫിഷ്യൻറ്റ് എന്താണ് ഇതിനകത്ത് 2 സ്ക്വയർ വന്നാൽ 4 ആവും. അപ്പോൾ ഇത് 0 ആയി പോകും. പിന്നെ ഇവിടെ സിയുടെ കോഎഫിഷ്യൻറ്റിൽ വരുമ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് 2 മൈനസ് 2 0 ആവും. അപ്പോൾ ഇതും ക്യാൻസലായി പോകും. അപ്പോൾ 10 ഈസ് ഈക്വൽ ടു അതായത് 5 ഇൻറ്റു 2 10 ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരുമ്പോൾ ഇവിടെ 4 ഇൻറ്റു 3 അപ്പോൾ എത്ര വരിക 12 ഈസ് ഈക്വൽ ടു എത്രയാണ് 10 എന്നാണ്. സോ എന്താണ് 5 ഈസ് ഈക്വൽ ടു 6b ആണ്. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു എന്തെന്നാ 5/6 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇനി അടുത്തത് സിയും എയും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഇപ്പോൾ എക്സ് ഈക്വൽ ടു എന്തെന്നാണ്
നമുക്ക് -1 എന്ന് ഇട്ട് കൊടുക്കുക. എക്സ് ഇക്വൽ ടു -1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ 0 ആയി പോകും, ഇവനും ക്യാൻസൽ ആയി പോകും. ഇവിടെ -1 ഇട്ട് കൊടുത്താൽ -1ൻ്റെ സ്ക്വയർ എത്രയാണ് വരിക? 1 ആണ് വരിക. 1 - 4 എത്രയാണ്? -3. -3a ഈസ് ഈക്വൽ ടു എന്തെന്നാണ്? -5 എന്ന് വരും. മൈനസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ a ഈസ് ഈക്വൽ ടു എന്തെന്നാണ്? 5/3 എന്ന് വന്നു. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി. ഇനി നമുക്ക് എന്താണ്? സി ആണ് വേണ്ടത്. അത് നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ സ്ക്വയർ വരുന്ന ആർക്കാണ്? എക്ക് എന്താണ്? നമുക്ക് എ എന്ന് തന്നെ എടുക്കാം, വേറെ ആരുമില്ല. ഇവിടെ ഇപ്പോൾ സ്ക്വയർ ആകുമ്പോൾ പ്ലസ് ബി എന്ന് എടുക്കാം. ഇവിടെ ഇപ്പോൾ എന്താണ്? സ്ക്വയർ, അതും പ്ലസ് സി എന്ന് എടുക്കാം. ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. വേറെ എ ഈസ് ഈക്വൽ ടു 5/3, ദെൻ ബി ഈസ് ഈക്വൽ ടു 5/6 പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എന്താണ്? ഇവിടെ നമുക്ക് എന്താണ്? 10/6 എന്ന് എഴുതാം. അപ്പോൾ എത്ര വരും? 15/6 ആണ്. അപ്പോൾ സി ഈസ് ഈക്വൽ ടു എന്താണ്? -15/6 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ സി എന്താണ്? -15/6 ആണ് വരുന്നത്. സോ എ ബി സി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എ എന്താണ്? 5/3 ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ ആകുമ്പോൾ 1/6 എക്സ് പ്ലസ് 1 ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ്? എയുടെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് എന്താ? എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ 1/x പ്ലസ് 1, ഇവിടെ പുറത്ത് 5/3 പ്ലസ് 5/6. ബി എന്ന് പറയുമ്പോൾ എന്താണ്? 5/6 ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ അവിടെ എന്തായിരുന്നു? എക്സ് -2 ആണ് വരുന്നത്. പ്ലസ് ഇനി എന്താണ്? സി എന്ന് പറയുമ്പോൾ എന്താണ്? -15/6 ആണ്. ഇൻറ്റഗ്രൽ 1/x പ്ലസ് 2 ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് വരും? 5/3 × log x പ്ലസ് 1 പ്ലസ് 5/6 × log x -2 എന്ന് വരും. -15/6 × log x പ്ലസ് mod x പ്ലസ് 2 എന്ന് വരും. പ്ലസ് സി എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോറി, നമ്മുടെ സി കണ്ടുപിടിച്ചതിൽ എന്തോ തെറ്റുണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്താണ്? ഒരു ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ഒന്നും കൂടി. നമുക്ക് എന്താണ്? നമ്മുടെ ആ ഒരു എക്സ്പാൻഷനിൽ, അതായത് നമ്മുടെ a × x² -4 പ്ലസ് b × x പ്ലസ് 2 ദെൻ x പ്ലസ് 1 പ്ലസ് c × x -2 × x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 5x എന്ന് എടുത്തിട്ടില്ലേ? അതിനകത്ത് നമുക്ക് എന്താണ്? ഇവിടെ ഇപ്പോൾ എക്സ്പാൻഷനിൽ എക്സിൻ്റെ ടൈം ഒന്നും വരില്ല. അപ്പോൾ നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. ദെൻ അടുത്തതിനകത്ത് ഇവിടെ x പ്ലസ് 2 × x പ്ലസ് 1 വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് വരിക? നമുക്കെന്താണ്? ഇവിടെ ഈ 2x അതുപോലെ തന്നെ 1x 3x എന്ന് വരും. അപ്പോൾ 3xb. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിന് -2 കൊടുക്കുന്നുണ്ട്. ദെൻ എക്സ് പ്ലസ് 1 ആണ് കിടക്കുന്നത്. അപ്പോൾ എന്താ വരിക? -2x വരും, ഒരു 1x വരും. ദാറ്റ് ഈസ് -x × c ആണ് വരിക. അപ്പോൾ ഇതിവിടെ എന്ത് വരും? cx എന്ന് വരും. -cx എന്ന് വരും. ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? നമുക്ക് ഇവിടെ 5x എന്നുണ്ട്. മനസ്സിലാവുണ്ടോ? 5x എന്നുണ്ട്. ദെൻ ഇതിനകത്ത് എന്താണ്? എക്സിനൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് 3b ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ 3b - c ഈസ് ഈക്വൽ ടു 5 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ബിയുടെ വാല്യൂ 5/6 ആണ്. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5/2 എന്ന് വരും. ദാറ്റ് ഈസ് -c ഈസ് ഈക്വൽ ടു 5 - 5/2. 5/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 5/2 എന്ന് തന്നെ വരും. ദാറ്റ് ഈസ് c ഈസ് ഈക്വൽ ടു എന്താണ്? -5/2 എന്ന് വരും. പിന്നെ ഒന്നുമില്ല. ഇനി എന്താണ്? ആ c എന്നുള്ളടത്ത് എന്താ? ഇവിടെ -5/2 ഇട്ട് കൊടുക്കുക. ഇൻറ്റഗ്രൽ 1/x ആരായിരുന്നു? സിയുടെ ഡിനോമിനേറ്ററിൽ വന്നത് ആരായിരുന്നു? എക്സ് പ്ലസ് 2 ആയിരുന്നു. അപ്പം എന്ത് വരും? -5/2 × log x പ്ലസ് 2 എന്ന് വരും. പ്ലസ് സി. അപ്പോൾ അതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ എങ്ങനെ എന്ത് തെറ്റാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതായത് ആ എക്സ് സ്ക്വയറിൻ്റെ വെച്ച് ചെയ്യുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തെന്താണ്? x³ പ്ലസ് x പ്ലസ് 1/x² - 1. അപ്പോൾ ഇതെന്താണ്? ഇതൊരു സ്പെഷ്യൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് x³ എന്താണ്? ഇംപ്രോപ്പർ ആണ് വരുന്നത്. ന്യൂമറേറ്ററിലാണ് ഹയർ പവർ കിടക്കുന്ന എക്സിന്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ്? ഇതിനാദ്യം ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എഴുതിയെടുക്കാം. എന്തെന്നാണ്? x³ പ്ലസ് x പ്ലസ് 1/x² - 1. അപ്പോൾ എന്താണ്? x³ പ്ലസ് x പ്ലസ് 1/x² - 1.
അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കെന്താണ്, നമുക്കിവിടെ ഒരു എക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, x³ എന്ന് വരും. പിന്നെന്താണ്, -x എന്ന് വരും. എന്താണ് വരിക, നമുക്കിത് 0 ആവും. എക്സ് മൈനസ് എക്സ് എന്താ വരിക, 2x + 1 എന്ന് വരും. അപ്പോൾ ഇനി എന്താണ്, നമുക്കെന്താണ്, ഇത് 11ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആവാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.